വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ജോൺ അടക്കമുള്ളവർ ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം. 2 കന്യാസ്ത്രീമാര് ഒരു കാരണവും കൂടാതെ മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് അന്യായമായി 9 ദിവസത്തോളം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ അനീതിയാണ് ഈ 2 കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും 9 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് അവരെ ജയിലിന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും പകരുന്ന ഒരു കാര്യമാണ്. അവരുടെ കുടുംബം, അവരുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരും ഞങ്ങളുടെ കൂടെയൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഈ അന്യായമായി തടങ്കിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന കന്യാസ്ത്രീകൾ പുറത്തു വരണം, അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത്. കാരണം ഇന്നിപ്പോൾ കോടതിയിൽ നടന്ന നടപടികളായാലും വിധിപ്പകർപ്പ് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. കാരണം അവരുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും അത് പൂർണ്ണമായും വ്യാജമായിരുന്നു. അതിന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവുകളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും ഈ കുറ്റം ആരോപിച്ചവർക്കോ പോലീസിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ ഒന്നും കോടതിയിൽ പ്രഥമദൃഷ്ട്യാ അത് തെളിയിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെ അത് ഇന്ന് നമുക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതിയുടെ ഉത്തരവിൽ തന്നെ അതെല്ലാം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ മാത്രവുമല്ല, എന്നിരുന്നാൽ പോലും ഇന്ന് ബജ്റംഗ് ദളിന്റെ അഭിഭാഷകരൊക്കെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ശക്തമായ എതിർപ്പ് ഈ ജാമ്യം നൽകുന്നതിന് എതിരായിട്ട് അവർ നിലകൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയായാലും കോടതി ഒടുവിലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് എല്ലാം മനസ്സിലാക്കി അവര് ജാമ്യം നൽകി എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതും കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിക്കുന്നുമില്ല. കാരണം ഈ കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കിൽ പാർപ്പിക്കപ്പെട്ടു. ഇനി നമ്മളെ സംബന്ധിച്ചോളം കുറേയേറെ കണ്ടീഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അതിൽ ആശങ്കയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മനും റോജിയും ജോണും അടക്കമുള്ള നേതാക്കളാണ് എത്തിയിട്ടുള്ളത്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.